ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയം 2-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ. സന്ധി നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഹൃഷോത്തമതരഃ യോഗീശ്വരൈഃ ഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിഃ നിശ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. പദപരിചയമാണെങ്കിൽ ഏവം ഭൂതതയാ ഭക്തി അഭിഹിതഃ യോഗദ്വയാത് കർമ്മ ജ്ഞാനമയാത് ഹൃഷ ഉത്തമതരഃ യോഗി ഈശ്വരൈഃ പ്രേമ പ്രകർഷ ആത്മിക വിശ്വപുരുഷൈഃ രമാവല്ലഭ സൗന്ദര്യ ഏക രസ ആത്മകേ. ഇവിടെ വീണ്ടും അടുത്ത ശ്ലോകങ്ങൾ കൊണ്ടും ഭക്തിയുടെ ആ ഒരു മേന്മ തന്നെയാണ് പ്രകടമാക്കുന്നത്. ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ കൂടി വരും. നാം ഭാഗവതത്തിൽ കാണുന്നുവല്ലോ. ഭക്തി ഉണ്ടായാൽ മതി. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി വരും. അപ്പോ ഏവം ഭൂതതയാ ഹി, ഇപ്രകാരം ഉണ്ടായ കാരണത്താലാകട്ടെ. എന്താണ്? ഭഗവാന്റെ രൂപ സൗഭാഗ്യ ശ്രവണം കൊണ്ട് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഭക്തി അഭിഹിത സഹ യോഗ. ഏതൊരു വികാരവും ഭഗവാനോട് ചേർന്ന് വയ്ക്കുമ്പോൾ അത് യോഗമായി തീരും. ഭക്തി യോഗമാവുകയാണ്. ഭഗവാനോട് ചേർത്ത് വയ്ക്കുകയേ വേണ്ടു. അതാണ് ഭക്തി അഭിഹിത സഹ യോഗ. ഭക്തി എന്ന് പറയപ്പെട്ടതായ ആ യോഗം കർമ്മജ്ഞാനമയാത്, കർമാത്മകമായും ജ്ഞാനാത്മകമായും ഉള്ള യോഗദ്വയാത്, 2 യോഗങ്ങളെയും അപേക്ഷിച്ച് ഹൃഷോത്തമതരഃ ഏറ്റവും ഉത്തമമായിട്ട് യോഗീശ്വരൈഹി യോഗീശ്വരന്മാരാൽ ഗീയതേ ഗാനം ചെയ്യപ്പെടുന്നു. ഖലു എന്തുകൊണ്ടെന്നാൽ ഹേ രമാവല്ലഭ, അല്ലയോ ലക്ഷ്മീപതേ, സൗന്ദര്യേകരസാത്മകേ ത്വയി, സൗന്ദര്യ ഏക രസ ആത്മകേ, സൗന്ദര്യം എന്ന ഏക രസത്തിന്റെ സ്വരൂപത്തോടുകൂടിയ അങ്ങയാൽ പ്രേമപ്രകർഷാത്മിക ഭക്തി, പരമ പ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷൈഹി എല്ലാ സമസ്ത ജനങ്ങളാലും നിശ്രമം ഏവ ലഭ്യ യാതൊരു ശ്രമവുമില്ലാതെ ലഭിക്കാൻ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നു. അപ്പോ ഈ യോഗീശ്വരന്മാര് പോലും ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്രകാരം ഭക്തി എന്ന് പറയപ്പെടുന്നതായ ആ ഒരു യോഗം ഉപായം ഹൃദയത്തിൽ വർദ്ധിച്ചാൽ ആ ഭക്തി കൊണ്ട് മറ്റു 2 യോഗങ്ങൾ, ശ്രേഷ്ഠമായ 3 യോഗങ്ങൾ പറയുമല്ലോ. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. അതില് കർമ്മ ജ്ഞാന യോഗങ്ങളെക്കാളും അല്ലെങ്കിൽ കർമ്മജ്ഞാനം എന്നുള്ള 2 യോഗങ്ങളെ അപേക്ഷിച്ച് ഭക്തിയാണ് പുരുഷോത്തമതരം, ഏറ്റവും ഉത്തമം. ഭാഗവതം തന്നെ പാടും. അലം വ്രതൈരലം തീർത്ഥൈ അലം യോഗൈരലം മഖൈ
അലം ജ്ഞാനകഥാലാപേഹി ഭക്തിരേകൈവ മുക്തിദ. ഭക്തി ഒന്നുകൊണ്ട് തന്നെ മുക്തി ഉണ്ടാകും. വ്രതങ്ങളോ തീർത്ഥാടനമോ യോഗങ്ങളോ യജ്ഞങ്ങളോ പിന്നെ ഈ ജ്ഞാനകഥാലാപങ്ങളോ ഒന്നും ഭക്തിയുടെ മുമ്പില് തത്തുല്യമാകുന്നില്ല. ഭക്തി ഉണ്ടെങ്കിൽ ഇതിനെല്ലാം വിലയുണ്ട്. രാമകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണം ഇവിടെ ആചാര്യൻ പറയും. അതായത് ഈ യോഗങ്ങൾക്കെല്ലാം പൂജ്യം 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 വിലയേ ഉള്ളൂ. എപ്പോൾ ആ ജ്ഞാനം ഇപ്പോ നമുക്ക് പൂജ്യമായിട്ട് സങ്കല്പിക്കാം. പൂജ്യം വില കൊടുത്തു. അതിന്റെ ഇപ്പുറത്ത് ഭക്തിയാകുന്ന ഒന്ന് ചേർത്ത് നോക്കൂ, അപ്പോ 10 അല്ലാതെ ആ 10, 100, 1000 ഇങ്ങനെ ഭക്തിയാകുന്ന ഒന്ന് ചേർക്കുമ്പോൾ മാത്രമേ ഇവയ്ക്കെല്ലാം വിലയുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഭക്തിയാണ്, ഭക്തനാണ് ഉത്തമൻ, ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. അതിന് തുല്യമായിട്ട് ഈ തീർത്ഥസ്നാനങ്ങളോ യോഗാഭ്യാസങ്ങളോ യാഗാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായി വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് യോഗീശ്വരന്മാർ വ്യാസ നാരദാദികളാൽ, നാരദ മഹർഷിയുടെ ഒക്കെ കഥ നമുക്കറിയും, വ്യാസമഹർഷിയുടെ കഥ അറിയും. അപ്പോ അവരെല്ലാവരും പറയുന്നു, ഭക്തി മുഴുത്തു തത്വജ്ഞാനവും ഉണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം എന്ന് നാരദ മഹർഷി രാമഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് ഭക്തി? ഭക്തി ഹൃദയത്തില് ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഉറച്ചുണ്ടാകുന്ന വല്ലാത്തൊരു അനുഭൂതിയാണ്. ഭക്തി ഉണ്ടായാൽ ഹൃദയ മാലിന്യങ്ങളെല്ലാം തീർന്നു പോകും. അപ്പോൾ ആ ഭഗവാന്റെ ആ മനോഹരമായ ആ സ്വരൂപം, സൗന്ദര്യം എന്ന ഏകമായ രസത്തോടു കൂടിയ ഭഗവാനിൽ പരമ പ്രീതിരൂപമായ ഭക്തി എല്ലാ ജനങ്ങൾക്കും ഒരു ശ്രമവും ഇല്ലാതെ തന്നെ ലഭിക്കും. ഭഗവാന്റെ ആ സത്സംഗങ്ങളിൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ മാത്രം മതി. അതാണ് സത്സംഗങ്ങളുടെ മഹത്വം എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാൻ ഈ എളിയ വാക്കുകളിൽ സംപ്രീതനാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം.